സാധനം ഇവിടെ ഇതെന്താന്ന് മനസ്സിലായോ നിങ്ങൾക്ക്? നമ്മുടെ സിവിലിയൻസിന്റെ ഏറ്റവും പുതിയ ട്രെൻഡ് സെറ്റർ ആണ് ഇത്. റാങ്ക് ഫയൽ ഫോർ ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ്. നമ്മൾ ഇത് ഇന്നലെ അനൗൺസ് ചെയ്തപ്പോൾ തൊട്ട് നമുക്ക് ഒരുപാട് എൻക്വയറീസ് വരുന്നുണ്ട്. ഇതിന്റെ ഹാർഡ് കോപ്പി അവൈലബിൾ ആണെന്നുള്ളത്. ഹാർഡ് കോപ്പി ആയിട്ട് നമുക്ക് അവൈലബിൾ അല്ല, പക്ഷെ സിവിൽ ആപ്പിലൂടെ നിങ്ങൾക്ക് ഇ ബുക്ക് ഫോർമാറ്റിൽ ഇത് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാം പോയിന്റ് ഓഫ് വ്യൂല് നോക്കിയാലും ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്. ഒരു കോമ്പറ്റേറ്റീവ് എക്സാം പോയിന്റ് ഓഫ് വ്യൂല് നോക്കുമ്പോൾ ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് എന്ന സബ്ജക്റ്റിൽ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ ടോപ്പിക്സും ബേസിക് കാര്യങ്ങൾ തൊട്ട് വളരെ പ്രിസൈസ് ആയിട്ടുള്ള ഫോർമാറ്റിലാണ് ഈ റാങ്ക് ഫയൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അസിസ്റ്റന്റ് എഞ്ചിനീയർ, ജൂനിയർ എഞ്ചിനീയർ, ഓവർസിയർ ലെവൽ പരീക്ഷകൾ, അതുപോലെ തന്നെ ഗേറ്റ് ലെവൽ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടെ നമ്മൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇതിനകത്ത് ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ. എന്താ അങ്ങനെയല്ല, നമുക്ക് ഇതൊന്ന് തുറന്നു നോക്കിയാലോ? അപ്പൊ നമുക്ക് ഫസ്റ്റ് ചാപ്റ്റർ ഒന്ന് നോക്കാം. ഒറിജിൻ ഓഫ് സോയിൽസ്. കാണാൻ തന്നെ നല്ല രസമുണ്ട്. ഫ്ലോ ചാർട്ടും പിന്നെ കുറെ കളർ കോമ്പിനേഷനും. അതായത് തുടക്കത്തിൽ തന്നെ ചാപ്റ്റർ ഹൈലൈറ്റ്സ് ആയിട്ട് കൃത്യമായിട്ട് തന്നിട്ടുണ്ട്, എന്തൊക്കെയാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ടോപ്പിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ടത്, നമുക്ക് വളരെ കളർഫുൾ ആയിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ പിക്ടോറിയൽ റെപ്രസെൻറ്റേഷൻ ആയിക്കോട്ടെ, ഫ്ലോ ചാർട്ട്സ് ആയിക്കോട്ടെ, ടേബിൾസ് ആയിക്കോട്ടെ, അപ്പം എല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് നമുക്ക് ബോർ അടിക്കാത്ത രീതിയിലാണ് ഈ ഒരു ബുക്ക് നമ്മൾ ഫോർമുലേറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മളിങ്ങനെ എപ്പോഴും കുറേ തിയറി നോട്ട്സ് വായിക്കുമ്പോൾ നമുക്ക് ബോർ അടിക്കും, പക്ഷേ ഇത് അങ്ങനെ ഒന്നും ബോർ അടിക്കത്തില്ല. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് പഠിക്കാനായിട്ട് പറ്റും. പിന്നെ നമുക്ക് ഈ മാർജിനിലെ ലെഫ്റ്റ് സൈഡ് ആയിട്ട് നട്ട്സ് ആൻഡ് ബോൾസും കൺഫ്യൂസിംഗ് ഫാക്ട്സും ഒക്കെ കൊടുത്തിട്ടുണ്ട്. എന്താ ഈ നട്ട്സ് ആൻഡ് ബോൾസ് ഒക്കെ? ഈ നട്ട്സ് ആൻഡ് ബോൾസ് എന്ന് ഉദ്ദേശിക്കുന്നത്, ഇപ്പൊ ഈ ചാപ്റ്ററിൽ നമ്മൾ കുറച്ച് ഹൈലൈറ്റ്സ് കാര്യങ്ങൾ കാണും. അതായത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്, അതായത് നിങ്ങൾ ഇത് വായിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ബ്രെയിനിൽ സ്റ്റോർ ചെയ്തിട്ടേക്കണം. അതായത് ഇങ്ങനെ സ്ക്രൂ ചെയ്ത് വെക്കണം. അതെ, അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ നട്ട്സ് ആൻഡ് ബോൾസിൽ. അതേപോലെ ഇനി കൺഫ്യൂസിംഗ് ഫാക്ട്സ്, അതായത് ഇപ്പൊ നമ്മൾ ഏതൊരു ചാപ്റ്റർ എടുത്താലും ഏതൊരു സബ്ജക്ട് എടുത്താലും അവിടെ നമുക്ക് രണ്ട് ടേംസ് അതെന്തെങ്കിലുമൊക്കെ കാരണത്താൽ നമുക്ക് സിമിലർ ആണെന്നൊക്കെ തോന്നിക്കുന്ന ക്യാരക്ടറിസ്റ്റിക്സിലെ ടേംസ് വരാം. ഫോർ എക്സാമ്പിൾ ഈ ചാപ്റ്ററിൽ തന്നെ ഇപ്പം ഗ്രാവിറ്റേഷണൽ ഫോഴ്സും അതേപോലെ തന്നെ സർഫസ് ഫോഴ്സും തമ്മിലുള്ള ഒരു കമ്പാരിസൺ. സോ അങ്ങനെ കൺഫ്യൂസിംഗ് ആക്കുന്ന കമ്പാരിസൺസ് ആണ് കൺഫ്യൂസിംഗ് ഫാക്ട്സിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് ഈ പ്രിസൈസ് ആയിട്ട് ഇങ്ങനെ പിക്ടോറൽ റെപ്രസെന്റേഷൻ ആയിട്ട് തിയറി കാര്യങ്ങൾ മാത്രമേ കൊടുത്തിട്ടുള്ളൂ? അല്ല, നമ്മൾ ഏതൊരു ചാപ്റ്റർ ആയിക്കോട്ടെ, പോർഷൻ ആയിക്കോട്ടെ, എന്ത് ഫിനിഷ് ചെയ്താലും അത് കൃത്യമായി ഇവാലുവേറ്റ് ചെയ്ത് പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലേ? നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കി എന്നത് തിരിച്ചറിഞ്ഞു പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിനായിട്ട് ഓരോ ചാപ്റ്റേഴ്സിന് ശേഷവും അതിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള പോർഷൻസിന്റെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് കൂടി ഈ റാങ്ക് ഫയലിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ PSC യുടെ ട്രെൻഡ് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുതിയതായിട്ടുള്ള ക്വസ്റ്റ്യൻസ് PSC ചോദിക്കുന്നുണ്ട്. സോ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രമല്ല, നമ്മുടെ ടീം സോർട്ട് ചെയ്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഈ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസിന്റെ എല്ലാം ആൻസർ കീ അതേ പേജിൽ തന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഹൈലൈറ്റ് എന്താണെന്ന് അറിയോ? നമുക്ക് എക്സ്പ്ലനേഷൻ ആവശ്യമായിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസിനും വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷനും നമ്മുടെ ഈ റാങ്ക് ഫയലിൽ ഇൻക്ലൂഡഡ് ആണ്. പിന്നെ നമുക്ക് ഓരോ ചാപ്റ്ററിന് ശേഷവും വരുന്ന പ്രാക്ടീസ് ക്വസ്റ്റ്യൻസിന് പുറമെ ഈ ബുക്കിന്റെ ലാസ്റ്റ് ആയിട്ട് കുറച്ച് വർക്കൗട്ട് സെറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഹയർ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പം പ്രാക്ടീസ് ക്വസ്റ്റ്യൻസിന് പുറമെ നിങ്ങൾക്ക് ഇതും വർക്കൗട്ട് ചെയ്ത് നോക്കാം. കൂടാതെ ഓരോ ചാപ്റ്ററിലെയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻസും ടേബിൾ കോണ്ടൻസും അടങ്ങിയ ഫോർമുല ഷീറ്റ്സും ഈ ബുക്കിന്റെ ലാസ്റ്റ് പേജിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വർഷ, ഇതുപോലെ എല്ലാ ടോപ്പിക്സും പ്രിസൈസ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള, അതെല്ലാം വളരെ കളർഫുൾ ആയിട്ടുള്ള രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു റാങ്ക് ഫയൽ കയ്യിലുണ്ടെങ്കിൽ റാങ്ക് ഉറപ്പല്ലേ വർഷ? അതെന്തായാലും ഉറപ്പാണ്. പക്ഷെ നമുക്കിതിപ്പോൾ ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് മാത്രമേ ഉള്ളൂ. എല്ലാ സബ്ജക്റ്റും ഇറക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗിന്റെ റാങ്ക് ഫയൽ മാത്രമാണ് നമുക്കിപ്പോൾ അവൈലബിൾ, അതും ഇ ബുക്ക് ഫോർമാറ്റിൽ. പക്ഷേ ഇനി അങ്ങോട്ട് ബാക്കി സബ്ജക്ട്സിന്റെ എല്ലാം വരുന്നുണ്ട്. അപ്പോൾ stay tuned with Civilians. Start your preparations for engineering competitive exams from top educators. Learn from the best.